അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് സെൻറ് ജോർജ് കത്തീഡ്രൽ വാഴത്തോപ്പിലാണ്. ഇവിടെ നമ്മൾ വരുന്നറിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ഇടുക്കിയിൽ BDJസിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റൂല. ആദ്യമൊക്കെ BJPക്ക് എന്ത് സ്ഥാനം ഇടുക്കിയിൽ എന്നൊക്കെ ചോദിച്ചെങ്കിൽ ഇപ്പോൾ 27,000 അല്ലേ? കഴിഞ്ഞ തവണ 27,000 വോട്ടല്ലേ പിടിച്ചത് അല്ലേ? 27,000 വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പ്രതീഷ് പ്രഭ എന്നാണ് മുഴുവൻ പേര്. പ്രതീഷ് പ്രഭ എന്നാണ് നമ്മുടെ BDJ സ്ഥാനാർത്ഥിയുടെ പേര്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്ക് താഴെ ചായക്കടയിലോട്ട് പോയാലോ? ഇവിടെ നല്ലൊരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇത്രയും പേർക്കുള്ള ഗ്യാസ് ഉണ്ടോന്നേ ഉള്ളൂ സംശയം. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. പ്രതീക്ഷയെ, ഇടുക്കിയിൽ മത്സരിക്കാൻ വരുമ്പോൾ പൊതുവേ കോൺഗ്രസിൻ്റെ മണ്ഡലം, UDFിൻ്റെ മണ്ഡലം എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ റോഷി LDFിലേക്ക് പോയതോടുകൂടിയാണ് മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് പോകുന്നത്. റോഷി മന്ത്രിയായിരുന്നു. 25 വർഷമായിട്ട് ഇതേ മണ്ഡലത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നയാളാണ്. ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ ഇടുക്കിയിൽ മത്സരിക്കേണ്ട അവസരം UDFിന് കിട്ടുന്നു. അപ്പോഴാണ് BDJ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം ഇടുക്കി മണ്ഡലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദേശീയജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് കേന്ദ്രം എന്ത് ചെയ്തു എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇവര് പ്രചരിപ്പിക്കുക. അല്ല, കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിരവധിയായ പദ്ധതികൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണല്ലോ. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അത് കൃത്യമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ഇലക്ഷൻ പ്രചരണമായിട്ട് പോകുന്നത്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നു. ഒരു നിയമം പോലും പാസ്സാക്കി. അത് പാസ്സായി വന്നില്ല, ഗവർണറുടെ കയ്യിലിരിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാർ ആ രീതിയിൽ ഇടപെടുന്നില്ല വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവില്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങൾ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് ഇവിടെ ആ വന്യജീവി ശല്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് ഈ വന്യമൃഗങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ചെയ്യാനുള്ള നിയമങ്ങൾ ഒരുപാടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ. അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. ശരിക്കും അത് കേന്ദ്ര സർക്കാരിന് വെറുതെ കുറ്റം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യപ്പെടേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. വോട്ടർമാരോട് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. കർഷകരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് മോദി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമോ അവര്? ഇല്ല, അവർക്കറിയാം. കാരണം സമ്മാൻ നിധിയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് എല്ലാവർക്കും എല്ലാ കർഷകർക്കും. അതിനകത്ത് വേറെ രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. അവർ ഹാപ്പിയാണ്. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഇപ്പൊ 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി, അതുപോലും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് അത് വന്നിരിക്കുന്നത്. കാരണം അത് ഒരിക്കലും കൃത്യമായി കണക്ക് കൊടുക്കുകയും അതിനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു ദോഷമല്ല. ഒരിക്കലുമല്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നടക്കുന്നുണ്ട്. അതെ, ആ പണം സ്വീകരിക്കപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് 20% ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരിക്കലും സാധ്യത. BDJs വോട്ട് കൂട്ടും, ഉറപ്പാണ്. ശക്തമായ പോരാട്ടമായിരിക്കും. എന്തുകൊണ്ട് മോദി സർക്കാരിനെ പിന്തുണയ്ക്കണം? മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനം കേരളത്തിൽ കണ്ടത് കേരള സർക്കാരിന്റെ ആണെന്ന് കേരള സർക്കാർ പറയുന്നു. അല്ല, മോദി സർക്കാർ കൊടുത്താൽ പെൻഷൻ കിട്ടുന്നുണ്ട്. ആരാ തരുന്നത്? ഞാൻ കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻകാരനാണ്. കേന്ദ്ര ഗവൺമെന്റിൽ ഏത് പെൻഷൻ? ഞാൻ BSNL പെൻഷനാണ്. അത് ശരി, സർവീസ് പെൻഷൻ. കേന്ദ്ര സർവീസിന്റെ ആണല്ലോ BSNL. അത് പറയുന്നില്ല. ഉഷാറാണ്. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചല്ലോ, കടുപ്പത്തിലൊരു ചായ. അപ്പോൾ അല്ല, നമ്മുടെ BDJസിന്റെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ BJP ഒന്നും കാര്യമായിട്ട് ആരും പരിഗണിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അല്ലെ? ഇടുക്കിയിലേക്ക് വരുന്ന സമയത്ത് 3000, 4000, 5000, 6000 വോട്ടുകളുടെ പരിധിയിലല്ലേ കിടന്നത്. അവിടെ നിന്നാണ് 27,000 കുതിച്ചുയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് മോദിയുടെ വരവിന് ശേഷം. തീർച്ചയായും. ഇനി ഒരു കാര്യം കൂടി സ്ട്രേറ്റ് ആയിട്ടൊക്കെ ചോദിച്ചോട്ടെ, ഇവിടെ ശരിക്കും ഡീലുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. ഒരു വോട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയത്തില്ല. ഞങ്ങളുടെ വോട്ടുകൾ എന്നാലും അവസാന നിമിഷം ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ഇലക്ഷനില്, പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പിന്നെ ഞങ്ങൾ ആർക്കാ വോട്ട് കൊടുക്കാൻ? ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന. കാരണം ഈ ഇടുക്കിയിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇടുക്കിയിൽ ഡീലില്ല എന്നുള്ളതാണ് BDJ സ്ഥാനാർത്ഥി പറയുന്നത്. പക്ഷേ ആരോപണമുണ്ട് പലയിടങ്ങളിലും. ഇടുക്കിയിലെ ആരോപണം നമ്മൾ കേട്ടിട്ടില്ല. കാര്യം BDJ സ്ഥാനാർത്ഥി വളരെ ശക്തനാണ്. BDJs ഇടുക്കിയിൽ അത്ര എഴുതി തള്ളാൻ പറ്റാത്ത സാന്നിധ്യമുണ്ട് എന്ന് പ്രേക്ഷകരല്ലോ. 4 ലക്ഷത്തിലധികം വോട്ടുകൾ ഇടുക്കിയിൽ
ഡീലുണ്ട്. അത് ഇക്കുറി കൃത്യമായിട്ട് പോൾ ചെയ്യുമോ? അന്ന് നമ്മൾ 4-ാം തീയതി അവിടെ നിന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് പറയും ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരിക്കലുമില്ല. കാരണം ഡീലില്ല എന്നുള്ളത് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന അന്ന് ബോധ്യമാവും. Okay. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ജയിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ഡീൽ വെക്കില്ലല്ലോ. അപ്പോൾ ഡീൽ ഓർ നോ ഡീൽ, നോ ഡീൽ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഭരിക്കും, ഭരിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഭരിക്കണമെങ്കിൽ ഇനി കുറച്ചു കാലം കൂടെ കാത്തിരിക്കണം. എന്നാലും ഭരണത്തെ നിർണായക ശക്തിയാവും. ലക്ഷ്യം വേണമല്ലോ, ലക്ഷ്യം വേണം. മുന്നേറ്റം ഇത് മുന്നേറ്റമായിരിക്കണം. ഈ BJP അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാവണമെന്നാണ് ആഗ്രഹം അടുത്ത 2031? ആരായിരിക്കണം? കെ സുരേന്ദ്രനാവണോ, MT രമേശ് ആവണോ? 31 2026 തന്നെ സംഭവിക്കണം. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട നമ്മൾ ഇപ്പോൾ സമയം 7:42 ഒരു ചായ കുടിച്ചാലോ? അപ്പോൾ ഒരു ചായ കുടിച്ച് തിരിച്ചു